മദർ ഓഫ് ഓൾ ഡീൽസ് അഥവാ എല്ലാ ഇടപാടുകളുടെയും മാതാവ്. ഡാവോസിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ വെച്ച് യൂറോപ്യൻ യൂണിയൻ മേധാവി ഇന്ത്യയുമായിട്ടുള്ള വരാനിരിക്കുന്ന കരാറിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: വെറുമൊരു വ്യാപാര ഉടമ്പടിക്കപ്പുറം ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടം തന്നെ മാറ്റിവരയ്ക്കാൻ പോകുന്ന ഒരു ചരിത്ര നീക്കത്തിന് ഇന്ത്യയും യൂറോപ്പും കൈകോർക്കുകയാണ്. ലോക നേതാക്കൾക്കിടയിൽ വെച്ച് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലാണ്. ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ 200 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ലോക GDPയുടെ 4/1 സംഭാവന ചെയ്യുന്ന ഒരു വമ്പൻ വിപണിയാണ് തുറക്കപ്പെടുന്നത്. ഞങ്ങൾ ചരിത്രം തിരുത്തി കുറിക്കുന്നതിന്റെ വക്കിലാണ് എന്നാണ് ഉർസുല ഇതിനെക്കുറിച്ച് ആവേശപൂർവ്വം പറഞ്ഞത്. വർഷങ്ങളായി ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഈ കരാറിന് വേഗത കൂടിയത്? വിതരണ ശൃംഖലകൾക്കായി അഥവാ സപ്ലൈ ചെയിൻസിനായി ഒരൊറ്റ രാജ്യത്തെ അമിതമായി ആശ്രയിക്കുന്നത് അപകടകരമാണ് എന്ന് യൂറോപ്പ് ഇപ്പോൾ നന്നായി തിരിച്ചറിയുന്നുണ്ട്. ക്ലീൻ ടെക്നോളജി, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, മരുന്നുകൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇന്ത്യയെ ഏറ്റവും വിശ്വസ്ത പങ്കാളിയായിട്ടാണ് അവർ കാണുന്നത്. ഈ നൂറ്റാണ്ടിലെ സാമ്പത്തിക ശക്തി കേന്ദ്രങ്ങളിൽ ഇന്ത്യയാണ് പ്രധാന കണ്ണിയെന്ന് യൂറോപ്പ് ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അടുത്ത ആഴ്ച ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥികളായി ഉർസുല വോൺ ഡെർ ലെയ്നും ആന്റോണിയോ കോസ്റ്റയും ന്യൂഡൽഹിയിലെത്തും. ജനുവരി 27 നടക്കുന്ന 16ാമത് ഉച്ചകോടിയിൽ വെച്ച് ലോകം കാത്തിരിക്കുന്ന ആ ചരിത്രപരമായിട്ടുള്ള കരാറിൽ ഇന്ത്യയും യൂറോപ്പും ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ, ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും ലോകം സുരക്ഷിതമായ ഒരു തീരം തേടുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥ വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയിലേക്കാണ്. വരാനിരിക്കുന്ന ആഴ്ച ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.